ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 6ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഊർജ്ജ സ്രോതസ്സുകൾ. ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇതിൻ്റെ മുൻപേ ഉള്ള ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലാസ് 5 ബേസിക് സയൻസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. മറ്റ് സബ്ജക്റ്റ് വേണമെങ്കിൽ അതും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? കുറേ കുട്ടികൾ പലവിധ കളികൾ കളിക്കുന്നതാണ് അല്ലേ. നിങ്ങളും ഇത്തരം കളികളിൽ ഏർപ്പെടാറില്ലേ? ഉണ്ട് അല്ലേ. തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ലേ? ഉണ്ട്. ക്ഷീണം അനുഭവപ്പെടാൻ എന്താവും കാരണം? നമ്മുടെ ശരീരത്തിലുള്ള ഊർജം കുറഞ്ഞതുകൊണ്ടാണ്. കളിക്കുമ്പോൾ നാം വിവിധ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. നമുക്ക് കളിക്കണമെങ്കിലൊക്കെ ഉള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഊർജം കുറവാണ് കേട്ടോ അർത്ഥം. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപങ്ങളാണ്. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഊർജ്ജം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? എഴുതി നോക്കൂ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഊർജ്ജം ഉപയോഗിക്കുന്നത്? പാചകം ചെയ്യാൻ, ഇസ്തിരിയിടാൻ, മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ, ലൈറ്റ് കത്തിക്കാൻ, വസ്ത്രങ്ങൾ അലക്കാൻ, ഫാൻ തിരിയാൻ അല്ലേ. അങ്ങനെ ഒരുപാടുണ്ട് നമ്മുടെ വീട്ടിൽ ഊർജ്ജം ഉപയോഗിക്കുന്നവ. ഇനി പാചകം ചെയ്യാനുള്ള ഊർജം നമുക്ക് എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? അതായത് മക്കളെ, ഊർജം നമുക്ക് എന്തിൽ നിന്നാണോ ലഭിക്കുന്നത് അതിനെ നമ്മൾ ഊർജ സ്രോതസ് എന്നാണ് പറയുക. അതായത് പാചകം ചെയ്യാനുള്ള ഊർജം എവിടെ നിന്നൊക്കെ ലഭിക്കുന്നത്? വിറക്, ഗ്യാസ് അല്ലേ. അപ്പോൾ അതിനൊക്കെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാം കേട്ടോ. ഇനി ഇവിടെ തന്നിട്ടുള്ള ഇന്ധനങ്ങളാണ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്? വിറകടുപ്പ്, മണ്ണെണ്ണ സ്റ്റൗ, ഗ്യാസ് അടുപ്പ്, ഇലക്ട്രിക് അടുപ്പ് തുടങ്ങിയവയാണ് അല്ലേ. ഇവയിൽ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെയാണുള്ളത്? ഒരുവിധം എല്ലാവരുടെ വീട്ടിലും വിറകടുപ്പും ഗ്യാസ് സ്റ്റൗ ഉണ്ടാവില്ലേ. പിന്നെ മണ്ണെണ്ണ സ്റ്റൗവും ഇലക്ട്രിക് അടുപ്പും ചിലരുടെ വീടുകളിലൊക്കെ കാണാറുണ്ട്. ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് അല്ലേ. ചൂടിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണല്ലേ ആഹാരങ്ങളൊക്കെ വെന്ത് കിട്ടുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? വിറകടുപ്പിലാണെങ്കിൽ വിറക് കത്തുമ്പോഴാണ്, ഗ്യാസ് അടുപ്പിലാണെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ച്, മണ്ണെണ്ണ അടുപ്പിലാണെങ്കിൽ മണ്ണെണ്ണ കത്തുമ്പോഴാണ് അല്ലേ താപം ലഭിക്കുന്നത്. ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? വിറകടുപ്പിൽ വിറകാണ്, മണ്ണെണ്ണ അടുപ്പിൽ മണ്ണെണ്ണ, ഗ്യാസ് അടുപ്പിൽ ഗ്യാസ്, ഇലക്ട്രിക് അടുപ്പിൽ കറണ്ട് തുടങ്ങിയവയെല്ലാം കത്തുന്ന വസ്തുക്കളാണ്. ഇനി താപം ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ? ചാണകവരളി, ഈർക്കപ്പൊടി, പിന്നെ നമ്മൾ മരത്തിൻ്റെ ഓരോ ഉണങ്ങിയ തൊണ്ടുകൾ, അതൊക്കെ നമ്മൾ അടക്കയുടെ തോല്, അങ്ങനെയൊക്കെ നമ്മൾ താപം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക് പോലുള്ളവ കേട്ടോ. അതായത് വിറക്, മണ്ണെണ്ണ, LPG, പെട്രോള്, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവ കത്തുമ്പോഴാണല്ലോ താപം പുറത്തേക്ക് വിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചൂട് ഊർജം ലഭിക്കുന്നത്. അപ്പോൾ ഊർജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഊർജം ലഭിക്കുന്ന സാധനങ്ങളാണ് ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? താപം പുറത്തു വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി കത്താൻ സഹായിക്കുന്നത് എന്ത്? അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? ഇല്ല അല്ലേ. വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കുഴലുപയോഗിച്ച് ഊതുന്നു, വിറകുകൾ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുന്നു, കുറച്ച് വിറക് മാത്രം വെക്കുന്നു അല്ലേ. പിന്നെ പെട്ടെന്ന് കത്തുന്ന ഓല പോലുള്ള ഓല കൊതുമ്പ പോലുള്ളതൊക്കെ ആദ്യം വെച്ച് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇനി കുഴലുപയോഗിച്ച് ഊതുന്നത് എന്തിനാണ്? അടുപ്പിൽ വായു സഞ്ചാരം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കത്താൻ വായു ആവശ്യമുണ്ടോ എന്നുള്ള ഒരു പരീക്ഷണം ചെയ്തു നോക്കാം.
ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക. രണ്ടും കത്തിച്ച് വെക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ പരീക്ഷണക്കുറിപ്പിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ അല്ലേ. ഗ്ലാസ് കൊണ്ട് അടച്ചു വെച്ച ആ ഒരു മെഴുകുതിരിയുടെ തീ എന്തായി? അണഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം. ലക്ഷ്യം എന്താണ്? കത്താൻ വായു ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ആവശ്യമായ സാമഗ്രികൾ 2 മെഴുകുതിരികൾ, ചില്ലു ഗ്ലാസ്, തീപ്പെട്ടി. പരീക്ഷണ രീതി: ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ കത്തിച്ച് വെക്കുക. അതിലൊന്ന് ഒരു ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടി വെക്കുക. മൂടി വെച്ച മെഴുകുതിരിയുടെ ഗ്ലാസ് ഇടയ്ക്ക് ഒന്ന് അല്പം ഉയർത്തി കൊടുത്ത് കത്തുന്നത് നിരീക്ഷിക്കുക. ശേഷം അല്പസമയത്തേക്ക് പൂർണ്ണമായിട്ടും അടച്ചു വയ്ക്കുക. നിരീക്ഷണം എന്താണ്? ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടി വെച്ച മെഴുകുതിരിയുടെ തീ അണയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. ഇടയ്ക്ക് ഗ്ലാസ് ഉയർത്തി കൊടുക്കുമ്പോൾ പിന്നെയും തീ കത്തുന്നുണ്ട്. പിന്നീട് ഗ്ലാസ് പൂർണ്ണമായിട്ടും അടച്ചു വെക്കുമ്പോൾ തീ കെട്ടുപോകുന്നുണ്ട്. അപ്പോൾ ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടാത്ത മെഴുകുതിരി നന്നായിട്ട് കത്തുന്നുമുണ്ട്. അപ്പോൾ നിഗമനം എന്താണ്? തീ കത്താൻ വായു ആവശ്യമാണ്. അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പിൻ്റെ ചിത്രം 6.5 നിരീക്ഷിച്ചല്ലോ. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? ഇല്ല അല്ലേ. താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം? പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം. പിന്നെയോ വിറക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കുക. വിറകുകൾ കുത്തി നിറയ്ക്കാതെ അടുക്കോടുകൂടി വയ്ക്കുക. വായുസഞ്ചാരം ഉറപ്പാക്കുക. ഇത്രയൊക്കെ ചെയ്താൽ താപനഷ്ടം കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ. ഇന്ധനങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ നോക്കാം. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിലാണെങ്കിലോ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ധനങ്ങളുടെ ഉപയോഗങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത്? കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും, വൈദ്യുതി ഉൽപ്പാദനത്തിന്, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, വീടുകളിലെ ആവശ്യങ്ങൾക്കൊക്കെ എന്താണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കും. അടുത്തത് ഉറവിടമെന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചറിയൂ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്രോളും ഡീസലും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് കേട്ടോ. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയാമോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരിയും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഒക്കെ ഉണ്ടാവുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോളും ഡീസലും മണ്ണെണ്ണയൊക്കെ പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ഒക്കെ കേട്ടോ. ഇനി അടുത്തത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാ? എണ്ണ കിണർ, എണ്ണ ശുദ്ധീകരണശാല, പെട്രോൾ പമ്പ്, LPG സിലിണ്ടർ അല്ലേ. ഇവയുടെയൊക്കെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യാവസായികശാലകൾ പ്രവർത്തിക്കാനും കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഡീസലും വൈദ്യുതിയും ഒക്കെ പ്രചാരത്തിലാവുന്നതിന് മുൻപ് എന്താണ് ഉപയോഗിച്ചിരുന്നത്? കൽക്കരിയാണ് വ്യവസായശാലകളും പിന്നെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തീവണ്ടിയും കപ്പലും ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണെങ്കിലോ താപവൈദ്യുത നിലയങ്ങളാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ കൽക്കരി ഇപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് താപവൈദ്യുത നിലയങ്ങളിലാണ് കേട്ടോ. ഇനി ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നോക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഫോസിൽ ഇന്ധനങ്ങളെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാം ഒക്കെ ആകുമ്പോൾ സമയത്തേക്ക് ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യനും ആൻസറും മാത്രമായിട്ട് ഇടാട്ടോ. അടുത്തത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട്. ഫോസിൽ ഇന്ധനങ്ങൾ അത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി അല്ലേ, 3ആയിട്ടുണ്ട്. പിന്നെ ആ ക്രൂഡ് ഓയിലിനെ 5 വിഭാഗങ്ങളായിട്ടുണ്ട് അല്ലേ. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG, നാഫ്ത. ഇങ്ങനെ ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് മനസ്സിൽ പഠിച്ചു വെച്ചാൽ പരീക്ഷയ്ക്കൊക്കെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ.
ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഇനി പറയുന്നത്. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലേ? അവയിൽ ചിലതാണ് വിറക്, മണ്ണെണ്ണ, ഡീസൽ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. ഇതുകൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്നതിനനുസരിച്ച് കൂട്ടങ്ങളാക്കുക. അപ്പോൾ ഏതൊക്കെ അവസ്ഥകളാണുള്ളത്? ഖരം, ദ്രാവകം, വാതകം. അപ്പം ഓരോ ഇന്ധനങ്ങളെയും ഖരമാണോ, ദ്രാവകമാണോ, വാതകമാണോ അങ്ങനെ കൂട്ടങ്ങളാക്കിയിട്ട് എഴുതണം. ഖരത്തിൽ ഏതെല്ലാം പെടും? കൽക്കരിയും വിറകും ഒക്കെ ഖരമാണല്ലേ. ദ്രാവകത്തിലോ? നാഫ്ത, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ. ഇനി വാതകത്തിലാണെങ്കിൽ ബയോഗ്യാസ്, LPG ഒക്കെ പെടുന്നതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ എന്ത് തീവണ്ടിയാണ്? കൽക്കരി തീവണ്ടിയാണ് അല്ലേ. കൽക്കരി ഉപയോഗിച്ചില്ലേ, കൽക്കരി ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന തീവണ്ടിയാണ്. രണ്ടാമത്തേതിലോ? ഡീസൽ തീവണ്ടിയാണ്, ഡീസലാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേതിലെത്തുന്ന സമയത്ത് ഇന്നത്തെ കാലമാകുമ്പോഴേക്കും വൈദ്യുതി തീവണ്ടി കൂടെ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് എന്ത്? വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലേ. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ജലത്തിൽ നിന്നും, കാറ്റിൽ നിന്നും, തിരമാലയിൽ നിന്നും, സൗരോർജ്ജത്തിൽ നിന്നുമെല്ലാം ഒക്കെ എന്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. ഒന്നാമത്തെ ജലവൈദ്യുതി എങ്ങനെയാ? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിൻ്റെ മാതൃക നിർമ്മിച്ച് പരീക്ഷണം ചെയ്തു നോക്കാം. ഉപകരണത്തിൻ്റെ നിർമ്മാണക്കുറിപ്പ് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. നിർമ്മാണക്കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം? ഉപകരണത്തിൻ്റെ പേര്, നിർമ്മാണ ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, രേഖാചിത്രം, നിർമ്മാണ ഘട്ടങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്തെഴുതാം? ഉപകരണത്തിൻ്റെ പേര് ജലചക്രം. നിർമ്മാണ ലക്ഷ്യം എന്ന് പറയുന്നത് ജലചക്രത്തിലേക്ക് വെള്ളം വീഴുന്നതിൻ്റെ ശക്തിയും വെള്ളം വീഴുന്ന ഉയരവും അതിൻ്റെ കറക്കത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തലാണ് നിർമ്മാണ ലക്ഷ്യം. ആവശ്യമായ സാമഗ്രികളോ? തെർമോകോൾ, കത്രിക, പശ, ഐസ്ക്രീം സ്റ്റിക്ക്, ഈർക്കിൾ ആണല്ലേ. ഇനി നിർമ്മാണ ഘട്ടങ്ങൾ വഴിക്ക് വഴിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യം എന്താണ്? തെർമോകോൾ ഒരു കത്രിക ഉപയോഗിച്ച് വട്ടത്തിൽ വെട്ടിയെടുക്കുക. പിന്നെയോ തെർമോകോളിന് ചുറ്റുമായി 6 മുതൽ 8 വരെ ഐസ്ക്രീം സ്റ്റിക്കുകൾ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുക. തെർമോകോളിന് മധ്യത്തിലായി ഒരു ചെറിയ ദ്വാരമിട്ട് അതിലൂടെ ഒരു ഈർക്കിൾ കഷ്ണം കയറ്റി വെക്കുക. ഒരു ടാപ്പിന് താഴെ ഐസ്ക്രീം സ്റ്റിക്കിൽ വെള്ളം വീഴത്തക്ക രീതിയിൽ ഈ ജലചക്രം വയ്ക്കുക. വെള്ളം ഐസ്ക്രീം സ്റ്റിക്കിൽ പതിക്കുമ്പോൾ ജലചക്രം തിരിയുന്നതായിട്ട് കാണാം. വെള്ളം വീഴുന്നതിൻ്റെ വേഗത കൂട്ടിയും കുറച്ചും ജലചക്രം ടാപ്പിൽ നിന്നുള്ള അകലം കൂട്ടിയും കുറച്ചൊക്കെ പരീക്ഷണം ആവർത്തിക്കുക. നിരീക്ഷണം എന്താണ്? ജലം ശക്തിയായി ജലചക്രത്തിൽ പതിക്കുമ്പോൾ ജലചക്രം വേഗത്തിൽ തിരിയുന്നു. അതുപോലെ ടാപ്പിൽ നിന്ന് ഉള്ള അകലം കൂട്ടി താഴേക്ക് ജലചക്രം വയ്ക്കുമ്പോഴും അത് വേഗത്തിൽ കറങ്ങുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ അല്ല കേട്ടോ ജലചക്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ച് സാമഗ്രികൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ജലചക്രം കറങ്ങിയത്? ജലം ശക്തിയായി ഐസ്ക്രീം സ്റ്റിക്കിൽ പതിക്കുമ്പോൾ ജലത്തിൻ്റെ ശക്തി കൊണ്ടാണ് ജലചക്രം കറങ്ങിയത് അല്ലേ. ഇനി വെള്ളം വീഴുന്നതിൻ്റെ ശക്തി കറക്കത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിൻ്റെ വേഗതയിൽ മാറ്റം വരുമോ? വരും. കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇതിനാവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് കാറ്റിൽ നിന്നും വൈദ്യുതിയാണ്. ഇവിടെ ഓലപ്പമ്പരും കാറ്റാടി പമ്പരും അല്ലേ തന്നിട്ടുണ്ട്. കടലാസ് അല്ലെങ്കിൽ മുള ഉപയോഗിച്ച് ഒരു പങ്ക നിർമ്മിക്കൂ. നിങ്ങളുണ്ടാക്കിയ പങ്കയുമായി പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ. പങ്ക കറങ്ങുന്നുണ്ടോ? എപ്പോഴാണ് പങ്ക നന്നായി കറങ്ങുന്നത്? കാറ്റ് വരുമ്പോഴാണ് അല്ലേ പങ്ക നന്നായിട്ട് കറങ്ങുക. കാറ്റിന് എന്തിനുള്ള കഴിവുണ്ട്? വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലോ? ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ. വിൻഡ് മില്ലിൻ്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെയാണ് കേട്ടോ. പിന്നെയോ കേരളത്തിൽ
രാമക്കൽമേട്, കണ്ടിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റാടിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇവിടെ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചത്? അവിടെ എപ്പോഴും കാറ്റ് വീശുന്ന സ്ഥലമായതുകൊണ്ടാണല്ലേ. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്താൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനാവും. അപ്പോൾ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യണം. പണ്ട് കാലത്ത് മുന്നറിയിപ്പൊന്നും കിട്ടില്ലല്ലേ. ഇനി സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം. പുറത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഒരു സ്റ്റീൽ പാത്രം വയ്ക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം തൊട്ടു നോക്കൂ. എന്താണ് അനുഭവപ്പെട്ടത്? നല്ല ചൂടായിരിക്കും അല്ലേ? കാരണം എന്ത്? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള താപം ആഗിരണം ചെയ്തിട്ടാണ്. പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാലോ അതിനും നല്ല ചൂടായിരിക്കും. ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത്? നമ്മൾ എന്തിനൊക്കെയാണ് സൂര്യപ്രകാശത്തിൻ്റെ ഊർജം ഉപയോഗപ്പെടുത്തുന്നത്? കാര്യമായിട്ട് വസ്ത്രങ്ങൾ ഉണക്കാൻ, പിന്നെയോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ, വെള്ളം ചൂടാക്കാൻ അല്ലേ. ഇനി സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററുകളും. അപ്പോൾ സോളാർ കുക്കറിൻ്റെയും സോളാർ വാട്ടർ ഹീറ്ററിൻ്റെയും ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. താഴെ കാണുന്ന ചിത്രങ്ങളിലെ ഉപകരണങ്ങളെ തിരിച്ചറിയൂ. ആദ്യത്തേത് സോളാർ കാൽക്കുലേറ്റർ, രണ്ടാമത്തേത് സോളാർ പാനൽ, മൂന്നാമത്തേത് സോളാർ ലൈറ്റ് ആണ് കേട്ടോ. ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണല്ലേ. ഇവയിലുള്ള സൗരോർജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് വൈദ്യുത വാഹനങ്ങളാണ്. പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളാണല്ലേ. അവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? മലിനീകരണം കുറവാണ്, പരിപാലിക്കാനുള്ള ചെലവ് കുറവാണ്, ശബ്ദം കുറവാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട വൈദ്യുത വാഹനങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവയുണ്ട്? ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ അല്ലേ. മറ്റ് നാടുകളിലൊക്കെ വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള തീവണ്ടിയും ബസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇവയിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ എത്ര ഉപയോഗിച്ചാലും അത് തീർന്നു പോവില്ല. നമ്മൾ സൂര്യപ്രകാശം അല്ലേ, അതിൻ്റെ താപം എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. തിരമാല തീർന്നു പോകുന്നുണ്ടോ? ഇല്ല അല്ലേ. കാറ്റായാലോ അതും തീർന്നു പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് സൂര്യപ്രകാശവും കാറ്റും തിരമാലയും ഒക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ എന്താ പറയുന്നത്? തീർന്നു പോകാത്തവയായതുകൊണ്ട് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ഊർജ്ജ സ്രോതസ്സുകൾക്ക് എന്തില്ല? വായു മലിനീകരണം ഉണ്ടാകുന്നില്ല. ഇനി കൊച്ചിൻ എയർപോർട്ട്. കൊച്ചി എയർപോർട്ടിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനമുണ്ടാക്കാം. ഇങ്ങനെയുണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. നമ്മുടെ സ്കൂളിലും വീട്ടിലും ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? മലിനീകരണം കുറവാണ്, ഊർജ ഉൽപാദനം, മാലിന്യ നിർമ്മാർജ്ജനം, ജൈവവള ലഭ്യത. ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തന രീതി കണ്ടു മനസ്സിലാക്കൂ. ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജൈവ മാലിന്യങ്ങൾ നമ്മൾ ഇതുപോലെയുള്ളതിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അപ്പോൾ കുറേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് അത് ചീഞ്ഞളിഞ്ഞ് എന്താവും? അതിൽ നിന്നൊരു വാതകം ഉണ്ടാവും. അപ്പോൾ ആ വാതകത്തിൽ നിന്നാണ് നമുക്ക് മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള ഇന്ധനം ലഭിക്കുന്നത്. പിന്നെ ഈ ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? വളമായിട്ടും ഉപയോഗിക്കാം. ഇനി ഊർജ്ജോൽപാദനത്തിനുള്ള വ്യത്യസ്ത വഴികൾ നാം പരിചയപ്പെട്ടല്ലോ. ഏതൊക്കെയാണ് മക്കളെ? ജലത്തിൽ നിന്ന്, കാറ്റിൽ നിന്ന്, തിരമാലകളിൽ നിന്ന്, സൗരോർജത്തിൽ നിന്ന്, പിന്നെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് അല്ലേ.
ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഊർജാവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഇല്ല അല്ലേ. താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജോൽപാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡീസൽ കൽക്കരി താപനിലയങ്ങൾ, പിന്നെയോ തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി തുടങ്ങിയവ. ഇനി ചൂടാറ പെട്ടി. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ്ജനഷ്ടം തടയലാണ്. ഭക്ഷണത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്തു കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറ പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലാഭിക്കുന്നത്. ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന മറ്റെന്തെല്ലാം ഉപകരണങ്ങൾ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്? കണ്ടെത്തി എഴുതൂ. കാസ്ട്രോളും തെർമൽ ഫ്ലാസ്കൊക്കെ ഇതുപോലെ ഊർജ്ജനഷ്ടം തടയുന്ന ഉപകരണങ്ങളാണ്. ഇനി ഭാവിയുടെ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇവയുടെ പരിമിതികൾ എന്തെല്ലാമാണ്? ഇവിടെ തന്നിട്ടുണ്ട്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു. ഫോസിൽ ഇന്ധനങ്ങളാകുമ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു. മലിനീകരണമാണെങ്കിൽ കൂടുതലുമാണ്. ഈ പരിമിതികളില്ലാത്ത ഊർജ്ജ സ്രോതസ്സുകളാണല്ലോ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? ഇല്ലല്ലേ. കാറ്റിൻ്റെ വേഗത ഒരുപോലെയാണോ? അല്ല. തിരമാലയുടെ കാര്യത്തിലോ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. ഇത്തരം ഇന്ധനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കൂ. ഹൈഡ്രജൻ ഒരു ഊർജ്ജവാഹകനാണ്. ഹൈഡ്രജൻ വൈദ്യുതി പോലെ മറ്റൊരു പദാർത്ഥത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഊർജ്ജവാഹകമാണ്. ജലം, ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ബയോമാസ് എന്നിവ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഹൈഡ്രജനെ വേർതിരിച്ച് ഊർജ്ജത്തിൻ്റെയോ ഇന്ധനത്തിൻ്റെയോ ഉറവിടമായി ഉപയോഗിക്കാം. ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ഹൈഡ്രജൻ വാഹനം. ഹൈഡ്രജൻ വാഹനങ്ങളിൽ ചില റോഡ് വാഹനങ്ങൾ, റെയിൽ വാഹനങ്ങൾ, ബഹിരാകാശ റോക്കറ്റുകൾ, ഫോർക്ക് ലിഫ്റ്റുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഹൈഡ്രജൻ്റെ രാസോർജ്ജത്തെ മെക്കാനിക്കൽ ഊർജ്ജമാക്കി മാറ്റുന്നതിലൂടെയാണ് മോട്ടീവ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്നുകിൽ ഒരു ഇന്ധന സെല്ലിലെ ഓക്സിജനുമായി ഹൈഡ്രജനെ പ്രതിപ്രവർത്തിപ്പിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ പവർ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ സാധാരണയായി ഹൈഡ്രജൻ ആന്തരിക ജ്വലനം വഴി. ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളുമായുള്ള മത്സരം കാരണം 2020കളിൽ പാസഞ്ചർ കാറുകൾ ഉൾപ്പെടെയുള്ള ഹൈഡ്രജൻ ലൈറ്റ് ഡ്യൂട്ടി വാഹനങ്ങൾ ചെറിയ തോതിൽ വിറ്റഴിക്കപ്പെട്ടു. ജൈവ ഡീസൽ യന്ത്രത്തിൽ അഥവാ സങ്കോച ജ്വലന യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഡീസൽ. ക്രൂഡ് ഓയിൽ വാറ്റുമ്പോൾ ബാഷ്പീകരിക്കപ്പെട്ട് ലഭിക്കുന്ന ഒരു ഘടകമായ ഇതിനെ പെട്രോ ഡീസൽ എന്ന് പറയുന്നു. പെട്രോ ഡീസലിന് ബദലായി സസ്യജന്യമോ ജന്തുജന്യമോ ആയ കൊഴുപ്പിൽ ആൽക്കഹോൾ പ്രതിപ്രവർത്തിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പുനഃചക്രമണം ചെയ്യാവുന്ന പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് ജൈവ ഡീസൽ അഥവാ ബയോഡീസൽ. ഏത് തരം എണ്ണയും നമുക്ക് ബയോഡീസലാക്കി മാറ്റാം. സാങ്കേതികമായി ഫാറ്റി ആസിഡുകളുടെ മോണോ ആൽക്കലൈൻ എസ്റ്ററുകളായ ബയോഡീസൽ ഇന്ന് ലഭ്യമായ ഏറ്റവും നല്ല പരിസ്ഥിതി സൗഹൃദ പാരമ്പര്യേതര ഇന്ധനമാണ്. 1920 മുതൽ 40 വരെയുള്ള കാലഘട്ടത്തിൽ ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, പോർച്ചുഗൽ, ജർമ്മനി, അർജന്റീന, ജപ്പാൻ, ബ്രസീൽ, ചൈന എന്നിവിടങ്ങളിൽ ജന്തുജന്യ കൊഴുപ്പ് ഉപയോഗിച്ച് ഡീസൽ ഉൽപ്പാദിപ്പിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടോ ഈ രീതി അധികകാലം തുടർന്നില്ല. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 അന്താരാഷ്ട്ര ബയോഡീസൽ ദിനമാണ്. ജർമ്മൻ ശാസ്ത്രജ്ഞൻ റുഡോൾഫ് ഡീസൽ 1893 ഓഗസ്റ്റ് 10 ആക്സ്ബർഗ് എന്ന സ്ഥലത്ത് നിലക്കടല എണ്ണ കൊണ്ട് ആദ്യത്തെ ഡീസൽ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചു. ഇനി നമുക്ക് വിലയിരുത്താം പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്നും എഴുതുക. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? പെട്രോൾ, കൽക്കരി, സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, ഡീസൽ. ഇവയെ നമുക്ക് പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളെന്നും പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളെന്നും തരംതിരിക്കാം. പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാ? പെട്രോള്, ഡീസൽ, കൽക്കരി. ഇനി പുതുക്കാൻ കഴിയുന്നത് പറഞ്ഞാൽ തീർന്നു പോവാത്തത് ഏതൊക്കെയാ? സൗരോർജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി. അല്ലേ? രണ്ടാമത്തെ ചോദ്യം, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ ചേർത്ത് ആശയപടം പൂർത്തിയാക്കുക. ക്രൂഡ് ഓയിൽ ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ബിറ്റുമിൻ, നാഫ്ത, പാരഫിൻ തന്നിട്ടുണ്ട്. ബാക്കി കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ
ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് 8 ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത്. ഏതൊക്കെയാണ്? പെട്രോൾ, ഡീസൽ, LPG, ജെറ്റ് ഫ്യൂവൽ, കൽക്കരി. ബാക്കിയുടെ തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിറകടുപ്പിൻ്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാം ചെയ്യാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതൂ. നന്നായി ഉണങ്ങിയ വിറകുകൾ കത്തിക്കാൻ എടുക്കുക. വിറകുകൾ ചെറിയ കഷ്ണങ്ങളാക്കി കത്തിക്കുക. പാത്രവും അടുപ്പും തമ്മിലുള്ള അകലം കുറവായിരിക്കണം. വിറകുകൾ കുത്തി നിറച്ച് വെക്കരുത്. അടുപ്പിലേക്ക് വായു സഞ്ചാരം ഉറപ്പാക്കണം. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. തുടർ പ്രവർത്തനങ്ങൾ മക്കൾ ചെയ്തു നോക്കുക. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.